ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്. എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഡേ, ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ വന്നതാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ എംപയറിന്റെ ഫ്രണ്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കണം എന്തിനാന്ന് വെച്ചാല് കോളേജിലെ ഏറ്റവും നല്ല ബാച്ച് എന്ന് പറഞ്ഞ ഫ്ലെക്സ് അടിച്ചിട്ട് ഇവിടെ താഴത്ത് കോളേജിന്റെ താഴത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് ഫോട്ടോ എടുക്കണേ. അപ്പൊ ഇനി ഞങ്ങള് ബാക്കി എല്ലാരും വന്നിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ഈ അവസാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? മിസ്സിംഗ് ആണ്. എന്താ പറയാനുള്ളത്? മൂസി എന്താണ് പറയാനുള്ളത്? ഈ അവസാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ വിഷയം പറയാനുള്ളത്? 3 വർഷം ഞാൻ അതിന് ഞാൻ മാറ്റാൻ. ഒറിജിനൽ കളർ എന്തായിരുന്നു? ബ്ലാക്ക് ആണല്ലേ? അപ്പൊ ഇങ്ങനെ കളർ ഇപ്പൊ ബ്രൗൺ ആയിട്ടുണ്ട്. എങ്ങനെ പൊട്ടാമെന്നാണ് ഷാനു സാറിന് ഞങ്ങള് പോണേല് വിഷമുണ്ടോ? ഒരു വിഷമമില്ലേ? എന്നാലും സാറ് ഫേക്ക് കണ്ടീര് ഫേക്ക്. ഗൈസ്, ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോവാണ്. ക്ലാസ് ഫോട്ടോ എടുക്കാം. ആരും ഇല്ല ഗൈസ്. ഞങ്ങള് മേലേക്കാണ് പോണത്, സെമിനാർ ഹാളിലേക്ക്. അതാണ് നമ്മുടെ ഞങ്ങളെ ബാക്കിക്കാരാണ് അതൊക്കെ. എന്തല്ലേ, സിനിമാ നടന്റെ പോലെ അല്ലേ? സിനിമാ നടന്റെ പോലെ. അല്ലു അർജുനാണ്. ഒക്കെ വെള്ളിയാണ് കേട്ടോ. കൈമുള്ളതൊക്കെ ഒക്കെ വെള്ളിയാണ്, പ്യൂർ വെള്ളി. ഇത് പൃഥ്വിരാജ്, ഇത് ഞങ്ങളെ പൃഥ്വിരാജ്, ഇത് അല്ലു അർജുൻ, പിന്നെ ഇത് ഞങ്ങളെ സ്വന്തം സെറിമോൾ. ഇത് റീനു, റെനീഷ പി പി. അഡ്രസ് വേണമെങ്കിൽ പറഞ്ഞാൽ. ഇതെന്റെ ബേബി തസ്നീം. ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ്. ഇവള് കൊച്ചി, ഞാൻ മലപ്പുറം. ഇത് ഞങ്ങളെ സ്വന്തം ശ്രീകുമാർ സാർ. സാറിന് ഞങ്ങൾക്ക് സാറിന് നല്ലോണം മിസ് ചെയ്യോ. ഇത് ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വന്ന ക്യാമറാമാനാണ്. അതെ, ഞങ്ങളെ കോളേജിന്റെ സ്വന്തം ക്യാമറാമാൻമാരാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കണ തിരക്കാണ് ഗൈസ്. ഇവിടെ ഭയങ്കര പരാക്രമമാണ് ഫോട്ടോ എടുക്കാൻ. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ടീച്ചേഴ്സ് പക്ഷെ ഇന്നൊന്നും തീരൂലേ സാധനം. അങ്ങനെയാണ്. എല്ലാരും എന്താ ഞങ്ങളുടെ ലാസ്റ്റ് സപ്പറാണ്. സന്തോഷന്റെ ഒരു ജോലി മാത്രം 5-6 ആൾക്കാർ. ലാസ്റ്റ് സപ്പർ ഈസ് ദ ബെസ്റ്റ് സപ്പർ. നല്ല ഫുഡ്. വാവ്, സൂപ്പർ. 3 വർഷം ഈ കോളേജിൽ പഠിച്ചിട്ട് ആദ്യമായിട്ട് അനു എനിക്ക് 5 രൂപന്റെ ലൈസ് വാങ്ങി തന്ന. ആദ്യമായിട്ടാണ് അനുവിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കിട്ടുന്നത്. ഇനി എനിക്ക് കണ്ണടക്കണം. അവൾക്കൊന്ന് മേടിച്ചെടുത്ത 3 വർഷമായിട്ട് ഇന്നാണ് അവൾ എനിക്ക് വാങ്ങി തരുന്നത്. ഞങ്ങള് പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഞങ്ങള് പോകുമ്പോ നിങ്ങൾക്ക് സന്തോഷാണ്. സന്തോഷം, നല്ല സന്തോഷം. പക്ഷെ ഞങ്ങൾ കരഞ്ഞ പോലെ അഭിനയിക്കും. എപ്പോഴാ പറയാ സമയം എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു കുട്ടിയാണ്. അതെ. അശ്ശോ, അങ്ങനെ പറയില്ലേ. നല്ലത് പറയും, നല്ലത് പറയും. പറയണോ? എന്താ പറയണ്ടേ? എന്നെ പറ്റി പൊക്കി പറയും, പൊക്കി പറയും. എന്തൊക്കെ പൊക്കണ്ടേ? കുറച്ചൊക്കെ പൊക്കി. അങ്ങനെ പൊക്കാനല്ല. നമ്മളെ കോളേജിന്റെ എനർജി പവർ ഹൗസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആളാണ് പോകുന്നത്. നമുക്ക് തീരാ നഷ്ടമായി. കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നല്ലൊരു സ്ട്രെങ്ത് ഉള്ള പേഴ്സൺ ആരും എന്താ പറയാ പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണേനു. എന്തേലും പറയണ്ട. ഇതാ നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. 2 മണിക്കാണ് എക്സാം. അപ്പോൾ ഓൾമോസ്റ്റ് 1:50 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ എല്ലാവരും എക്സാമിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളിതാ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും മൊത്തം ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. നിങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തുള്ളത് ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. ചിലപ്പോൾ ഇനി തൊട്ട് ഞാൻ ചിലപ്പോൾ പോവാട്ടോ. നിങ്ങള് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതുകൊണ്ടും നിങ്ങൾ ആ 10 വീടുകളോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഇപ്പോഴത്തെ കുട്ടികൾ എന്നുള്ള ഒരു സാധനം ഉണ്ടായതൊക്കെയാണ്. അപ്പൊ ഞാൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിലേക്ക് ടൈം സങ്കടം ഒതുക്കി പിടിച്ചെന്നുണ്ടെങ്കിലും സാറിന്റെ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല സങ്കടത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം തീരെ ആർക്കും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാവരും നല്ലോണം കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു വൈക്ക് നിർത്തി നമ്മൾ മിസ്സിന്റെ അടുത്ത് പോയപ്പോൾ മിസ്സും കരയുന്നത് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്ന് കരയായിരുന്നു. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നു തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ അങ്ങനെ ഗൈസ് കരച്ചിലും പിടിച്ചിലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നു. കോളേജ് വിട്ടിട്ട് പോവാണ്. അങ്ങനെ കോളേജ് കഴിഞ്ഞില്ല. കോളേജ് ഇനിയും വരും പ്രൊജക്ട്. ബൈ 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 ബൈ. പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയും ഇവിടെ കോളേജിലേക്ക് വരേണ്ട കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പോ ഞങ്ങള് പേടിപ്പിക്കല്ലേ, ഇനിയും വരും. പക്ഷെ എന്നാലും ഈ ഒരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എല്ലാരും കൂടി ഇരിക്കണത്, എല്ലാരും കൂടെ ക്ലാസ്സിൽ ഇരിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അപ്പോ ഒന്നും പറയല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെക്കും ബൈ.